അതിമനോഹരമായൊരു ഗ്രാമം. ഗ്രാമത്തിൽ സ്കൂളുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. ആളുകളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നല്ല ട്രേഡിംഗ് നടത്തുന്ന ആളുകളുണ്ട്. മാർക്കറ്റൊക്കെ വളരെ സമ്പുഷ്ടമാണ്. ആളുകളൊക്കെ നിറഞ്ഞു നടക്കുന്ന മാർക്കറ്റാണ്. ഇവരുടെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും പിന്നിൽ അവിടുത്തെ ഒരു നദിയാണെന്നായിരുന്നു ആളുകളുടെ വിശ്വാസം. അവരുടെ വിശ്വാസം മാത്രമായിരുന്നില്ല, അവരുടെ എല്ലാ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരാ നദിയെ ആശ്രയിച്ചിരുന്നു. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട്, കൃഷിക്കാർക്ക് കൃഷികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, സ്കൂളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ഈ നദിയെ ആശ്രയിച്ചായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നന്നായിട്ട് ഒഴുകുന്ന നദിയാണ്. അത് എല്ലാ വർഷവും ഒരേപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആളുകൾക്ക് ഈ നദിയിലുള്ള വെള്ളത്തിൻ്റെ അളവുകളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ചെറിയ വീടുകളിലുള്ള ആളുകളൊക്കെ വലിയ വീടുകൾ വെക്കാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരു വർഷം ആ ഗ്രാമത്തിൽ തീരെ മഴ കിട്ടിയില്ല. അങ്ങനെ ഈ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നായിരുന്നു. പക്ഷെ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിച്ചില്ല. അവസാനം ഈ നദി വറ്റാൻ തുടങ്ങി. വറ്റാൻ തുടങ്ങിയ സമയത്താണ് ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് പോയത്. എന്നാലോ തൊട്ടടുത്ത് വേറൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ വളരെ വയസ്സായി ചിന്തിക്കുന്ന ഗ്രാമത്തലവനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്തിരുന്നത്, ഈ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന നദിയിലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് വെള്ളം ഒരു റിസർവെയറിലേക്ക്, ഒരു ഡാമിലേക്ക് മാറ്റിവെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴയില്ലാത്ത വർഷം അവർക്ക് സുഗമമായിട്ട് ആ ഡാമിലുള്ള വെള്ളം യൂസ് ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റി. ഈ കഥ ഞാനിവിടെ പറയുന്നത് നമ്മുടെ ബിസിനസ്സും ഇതേപോലെ തന്നെയാണ്. ബിസിനസ് പല സമയത്ത് സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്യാഷിൻ്റെ കുറവോ ഇതൊന്നും നമുക്ക് ബോധ്യപ്പെടില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ റവന്യൂവും പ്രോഫിറ്റും അതിനിടയിൽ വരുന്ന പൈസകളുമായിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു റൊട്ടേഷൻ രീതിയിലായിരിക്കും പല ആളുകളും ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ നന്നായിട്ട് ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരൻ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഫണ്ടിൽ നിന്ന് ചെറിയൊരു ഫണ്ട് കൃത്യമായിട്ട് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള ക്രൈസിസ് സിറ്റുവേഷൻസ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഫണ്ട് എടുത്ത് അദ്ദേഹത്തിന് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല ബിസിനസ്സുകാരും ഈ വാറിൻ്റെ ഈ സിറ്റുവേഷൻസുകളിൽ സ്ട്രഗിളിങ്ങിലാണുള്ളത്. ഈ സ്ട്രഗിളിങ്ങിൻ്റെ കാരണം നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിസർവെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്തില്ല, അതിൻ്റെ ചെറിയൊരു ഭാഗം മാറ്റിവെച്ചില്ല എന്നുള്ളതാണ്. ഇന്നെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ഫണ്ടുകൾ മുഴുവനായിട്ടും വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യാതെ അതിന് ചെറിയൊരു പങ്ക് നമ്മളൊരു ഡാം കെട്ടിയ ഡാമിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ക്രൈസിസ് സിറ്റുവേഷൻസുകളെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും.